ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ കലത്തപ്പം പോലെ രുചിയുള്ള ഒരു പലഹാരം തന്നെയാണിത്. ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെൽ ബട്ടണോട്ട് പ്രസ് ചെയ്ത് മറക്കരുത്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. അതിനായിട്ട് 1.5 കപ്പ് പച്ചരി ഞാൻ 4-5 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഊറ്റിയെടുത്ത് വെച്ചേക്കുന്നതാണിത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ വേണ്ടുന്നത് 3 ടേബിൾ സ്പൂണോളം ചോറാണ് ഇട്ട് കൊടുക്കാനുള്ളത്. നമ്മൾ അപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന കണക്ക് തന്നെയാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച്, വെള്ളം അധികം ആവരുത്, അരയാൻ വേണ്ടി മാത്രം ഒഴിച്ച് നന്നായിട്ട് അരച്ചു കൊടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അരയണം. അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളെ സോഡാപ്പൊടി, അതും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം കൂടി പോകരുത്. നമുക്കിത് ശർക്കര ഉരുക്കിയും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഏകദേശം 250 ഗ്രാമോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ആ ഉരുക്കിയ ഈ മിശ്രിതം നല്ല ചൂടോടെ തന്നെ നമുക്ക് നേരത്തെ അരച്ച് വെച്ച പച്ചരിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൽ കല്ലും മണ്ണൊക്കെ കാണും. നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇളക്കണം, അല്ലെങ്കിൽ കട്ടി പിടിച്ചു പോവും. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് കൊണ്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യും വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക. ഉള്ളതനുസരിച്ച് 3/4 കപ്പ് തേങ്ങ ചെറുതായി ഞുറുക്കിയതും കൂടെ ഇട്ട് അതൊന്നൊരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് ഒരു 1/4 കപ്പ്. അതും ഇതേപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ഇതും ചേർത്ത് കൊടുക്കാം. മാറ്റാം. ഇത് നമുക്ക് അരച്ച കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 4-5 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറാണ് ഏലക്കയൊക്കെ ചേർത്ത് ഈ തേങ്ങാക്കൊത്തുമൊക്കെ ആകുമ്പോൾ. പിന്നെ നേരത്തെ ഞാൻ ഈ തേങ്ങ വറുത്ത ബൗൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യോ എണ്ണയോ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചേർത്തത്. നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് വലിപ്പത്തിനനുസരിച്ചുള്ള മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറായി കിട്ടും. ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് അപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അപ്പച്ചട്ടിയിൽ ചുട്ടും, അതാണ് ഏറ്റവും എളുപ്പം. അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാൻ ലോ ഫ്ലെയിമിലിട്ട് ചുടണമെന്നേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കലത്തപ്പം പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. ചായയിലൂടെയൊക്കെ കഴിക്കുക. നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും.
എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല സോഫ്റ്റായിട്ടുള്ള കലത്തപ്പം പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.